പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിലധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്കിവിടെ വലിയ ജനസമ്മതിയാണല്ലോ. എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എൻ്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കാന്ന്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖം അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം? പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകിട്ടില് ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? തല്ലണം, കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തതാണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഖനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. മാക്സിമം സഹാക്കളെ കൂടണം. പ്രകടനം ഇവിടുന്ന പുറപ്പെടേണ്ടത്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നോ, ഞാൻ വന്നോളാം. ഓക്കെ. CDP ആയിക്കര ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ 500 പേർ ഒത്തുചേർന്നിട്ടുണ്ട്. പർപ്പസ് എന്താണെന്ന് വ്യക്തമല്ല. കൺട്രോൾ കോളിംഗ് രാമൻ ഉണ്ണിയുടെ വീട്ടിലേക്ക് പങ്കുചേർന്ന് പോകാനുള്ള തീരുമാനമെന്നാണ് അറിയുന്നത്. നമ്മുടെ വീടിന്റെ മുമ്പില് പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഈ പാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ. പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്. അതുകൊണ്ട് പേടിക്കണം. നിക്ക്. ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ? ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി.